കുപ്രസിദ്ധനായ കൊലയാളി ചാൾസ് ശോഭരാജ് 1997 തീഹാർ ജയിലിൽ നിന്ന് പുറത്തുവന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ പ്രസ്താവന പ്രസിദ്ധമാണ്. ഈ ജയിൽ എനിക്ക് അമ്മ വീട് പോലെയാണ്. ഇന്ത്യൻ ജയിലുകളിലെ സുരക്ഷാ വീഴ്ചയും നടത്തിപ്പിലെ അതീവ ഗുരുതരമായ അലംഭാവവും വ്യക്തമാക്കുന്നതായിരുന്നു 30 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കൊലയാളിയുടെ ആ പ്രസ്താവന തെളിയിക്കുന്നത്. എന്നാൽ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ത്യയിലെ ജയിലുകളിൽ മേൽപ്പറഞ്ഞ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിന്റെ ജയിൽ ചാട്ടം. അതീവ ക്രൂരതയോടെ നിഷ്ഠൂര കൊലപാതകങ്ങളും മറ്റും ചെയ്ത് ജയിലിലെത്തുന്ന കൊടും കുറ്റവാളികളെ വിഭവസമൃദ്ധമായ ആഹാരം നൽകി തീറ്റിപ്പോറ്റുന്നതാണ് നമ്മുടെ രീതി. ഇതിനെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇതിനോടകം എത്രയോ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവയൊന്നും ജയിൽ ചട്ടങ്ങൾ പരിഗണിക്കുമ്പോൾ ശ്രദ്ധയിൽ വരാറേയില്ല. ഇത് നല്ല പ്രവണതയല്ല എന്ന് ജയിൽ മേഖലയുമായി ബന്ധപ്പെട്ട ചില വിദഗ്ധർ പറയുന്നുമുണ്ട്. എന്തിനാണ് ജയിൽ പുള്ളികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ പുനർവിചിന്തനം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സമയാസമയം കുറ്റകൃത്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ മൊബൈൽ ഫോണും ആവശ്യത്തിന് ലഹരി കിട്ടാൻ കഞ്ചാവ് പോലുള്ള സൗകര്യങ്ങളും മട്ടനും ചിക്കനും ഉൾപ്പെടെ സ്വാദിഷ്ട വിഭവങ്ങളും നൽകി ആദരിക്കാൻ ഇവർ രാജ്യത്തിന് വേണ്ടി മെഡലുകൾ നേടി വന്നവരല്ല എന്ന് ഓർക്കണം. എന്നാൽ ജയിലുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലാണ് സർക്കാർ പലപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നത്. സംസ്ഥാനത്തെ ജയിലുകൾ ഒരു വ്യവസായമല്ല എന്ന തിരിച്ചറിവ് സർക്കാരിനും ഉണ്ടാകേണ്ടതുണ്ട് എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. നല്ല കായിക ശേഷിയുള്ള കുറ്റവാളികളെയാണ് പലപ്പോഴും ജയിൽ ജോലിക്കായി നിയോഗിക്കുന്നത്. ഇവരാകട്ടെ പലപ്പോഴും ക്രിമിനൽ പശ്ചാത്തലം കൂടിയവരുമായിരിക്കും. തങ്ങൾ അനുഭവിക്കുന്നത് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് എന്ന ബോധ്യം ഇവർക്ക് ഉണ്ടാകാത്ത തരത്തിൽ പുറത്തായിരുന്നുവെങ്കിൽ ഏതു തരം ജോലി ചെയ്യുമായിരുന്നു അത് തന്നെ ചെയ്ത് ഇവർ ജയിലിനുള്ളിൽ ജീവിതം ആസ്വദിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. ഈ തടവുപുള്ളികളും ജീവനക്കാരും തമ്മിൽ വ്യക്തിബന്ധം ഉണ്ടാക്കാനും ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാവാനും ജയിൽ ചട്ടങ്ങളെ മറികടക്കാനും കാരണമാകുന്നുണ്ട്. അതേസമയം ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ജയിൽ സംവിധാനങ്ങളിൽ ഒന്നാണ് കേരളത്തിൽ ഉള്ളത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സുപ്രീം കോടതിയുടെയും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഏറ്റവും മികച്ച ജയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവുമുണ്ട്. കൂടാതെ സുപ്രീം കോടതി പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ ജയിലുകൾ എന്ന റിപ്പോർട്ടിലും കേരളത്തിലെ ജയിൽ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് എന്ന് പറയുന്നു. സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് തടവുപുള്ളികൾക്കായി കേരളത്തിൽ നടക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ മേൽപ്പറഞ്ഞ കടലാസ് രേഖകളിലും മറ്റും പറയുന്നത് പോലെയാണോ കാര്യങ്ങളുടെ കിടപ്പ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കി. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തെ മാത്രം ജയിലുകളിൽ നിന്ന് അനധികൃതമായി രക്ഷപ്പെട്ട കുറ്റവാളികളുടെ എണ്ണം 100-ലേറെയാണ്. പരോൾ സമ്പാദിച്ച് കടന്നുകളഞ്ഞവരും ആശുപത്രിയിലോ കോടതിയിലോ കൊണ്ടുപോകുന്നതിനിടെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നു. ഇക്കാര്യത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന് മാത്രമല്ല ഒട്ടുമിക്ക ജയിലുകൾക്കും വെട്ടിച്ചു കളഞ്ഞ തടവുപുള്ളികളുടെ ലിസ്റ്റ് സ്വന്തമായുണ്ട്. 30ഓളം പേരാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് പരോൾ വാങ്ങി രക്ഷപ്പെട്ടത്. ഇപ്പോഴത്തെ വിവാദത്തിന് അടിസ്ഥാനമായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 4 പേരും നെട്ടുകാൽ തേരിയിലെയും ചീമേനിയിലെയും തുറന്ന ജയിലുകളിൽ നിന്ന് 35 പേരും പരോളിൽ ഇറങ്ങിയിട്ട് തിരികെ എത്തിയിട്ടില്ല. ഗോവിന്ദച്ചാമിയെ ഇനി ഒരു കാലത്തും പുറത്തേക്ക് വിടില്ല എന്ന പ്രതീക്ഷയോടെ കൊണ്ടെത്തിച്ചിരിക്കുന്ന വിയൂർ സെൻട്രൽ ജയിലിലാകട്ടെ 3 പേരാണ് പരോൾ നേടി മുങ്ങിയത്. എന്നാൽ ജയിലുകളിൽ പാർപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തടവുപുള്ളികൾ ഉള്ളത് സുരക്ഷാ വീഴ്ചയ്ക്ക് പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ ഇതിൽ വാസ്തവമുണ്ട് താനും. കൃത്യമായ ഡ്യൂട്ടിക്ക് ആളുകൾ തികയാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നമായി ജയിൽ അധികൃതർ നേരിടുന്നത്. ഒരു ജീവനക്കാരൻ 15 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ശ്രദ്ധ എല്ലായിടത്തും എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപാകത. കണ്ണൂരിൽ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാനുള്ള സാഹചര്യം ഉണ്ടായത് 24 മണിക്കൂറും നിരീക്ഷണത്തിലാവേണ്ട CCTV നോക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു കനത്ത മഴ പെയ്താൽ സുരക്ഷാ സംവിധാനങ്ങൾ ആകെ അവതാളത്തിലാകുന്ന അവസ്ഥയാണ് കേരളത്തിലെ ജയിലുകളിൽ ഉള്ളതെന്നാണ് വിചിത്രം. തലേ ദിവസം പെയ്ത മഴയുടെ കൂടി സഹായത്തിലാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് എന്ന് ഓർക്കണം. കണ്ണൂർ പൂജപ്പുര ജയിലുകളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ല എന്ന ദുരവസ്ഥയുമുണ്ട്. ഇതിന് ടെൻഡർ എടുക്കാൻ ആളില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം.
ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന വിയ്യൂർ ജയിലിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ വിയ്യൂർ അതിസുരക്ഷാ ജയിലാക്കി മാറ്റിയിട്ടുണ്ട്. എങ്കിലും പ്രവർത്തനക്ഷമത കണ്ടു തന്നെ അറിയണം. ഇതിനിടെ ഒരു പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കാനുള്ള ആലോചനയുള്ളതായി അറിയുന്നു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായിരിക്കും പുതിയ ജയിലിനുള്ള സ്ഥലം കണ്ടെത്തുക. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പിന്നാലെ മുഖ്യമന്ത്രി അടിയന്തരമായി വിളിച്ച ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തന്നെ തുടരുന്നത് ശരിയായ കീഴ്വഴക്കം അല്ല എന്ന അനുമാനത്തിൽ മന്ത്രിസഭ എത്തിയിട്ടുണ്ട്. ഇതുമൂലം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. ജയിൽ ജീവനക്കാരും ജയിൽ തടവുകാരും തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവാനും അത് ജയിൽ ചാട്ടത്തിനുള്ള സാധ്യത കൂട്ടാനും ഇടയാക്കും. ഇത് ഒഴിവാക്കാനായി ഇടയ്ക്കിടെ ജീവനക്കാരെ വിവിധ ജയിലുകളിലേക്ക് മാറ്റുന്നതിനെ പറ്റിയും പരിഗണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും തടവ് പുള്ളികളോടുള്ള അടിസ്ഥാന സ്വഭാവത്തിൽ പരിഷ്കാരം വരുത്താതെ ഒന്നും ശരിയാകില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തടവ് പുള്ളികൾ കോടതി ശിക്ഷ വിധിച്ച് ജയിലിൽ എത്തുന്നവരാണ്. അവർ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് എന്ന ബോധ്യം ജയിൽ അധികൃതർക്കും സർക്കാരിനും ഉണ്ടാകേണ്ടതുണ്ട്. അതിനിടെ ഗോവിന്ദചാമിയെപ്പറ്റി നിർണായകമായ ചില വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒറ്റ കയ്യനാണ് എങ്കിലും രണ്ട് കൈയുള്ള ആളുകളെക്കാൾ ശാരീരിക ക്ഷമതയുള്ളവനാണ് ഗോവിന്ദചാമി എന്നും അതിനുള്ള പരിശീലനം അയാൾ നേടിയിട്ടുണ്ട് എന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സൗമ്യ കൊലക്കേസിൽ പിടിയിലായപ്പോൾ ഗോവിന്ദചാമിക്ക് ശാരീരിക ക്ഷമത പരിശോധന നടത്തിയ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം തലവൻ ഡോക്ടർ ഹിതേഷ് ശങ്കറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗോവിന്ദചാമിയുടെ പേശീബലം അയാളുടെ അതേ പ്രായത്തിലുള്ള ഒരു മനുഷ്യന്റെ എല്ലാ ശാരീരിക ക്ഷമതയ്ക്കും തുല്യമാണ് എന്നും അദ്ദേഹം പറയുന്നു. ഒരു കൈ മാത്രമേ ഉള്ളൂവെങ്കിലും രണ്ട് കൈയുള്ള ഒരാൾക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഗോവിന്ദചാമിക്കും ചെയ്യാൻ കഴിയുമെന്നും ഡോക്ടർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിനിടെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ പ്രവേശിപ്പിച്ച ഗോവിന്ദചാമി പരമശാന്തനാണ് എന്നാണ് അധികൃതർ പറയുന്നത്. 2 ദിവസമായിട്ടും അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കൃത്യമായി ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട്. വിയ്യൂരിൽ താഴത്തെ നിലയിൽ ജീവനക്കാരുടെ മുറിയോട് ചേർന്ന് CCTV അടക്കം കർശന നിരീക്ഷണമുള്ള 1-ാം നമ്പർ മുറിയിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. പരിസരം കൃത്യമായി നിരീക്ഷിക്കുന്ന തടവുകാരനാണ് ഗോവിന്ദചാമി. അതാണ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഏകാന്ത തടവിലാണ് ഗോവിന്ദചാമി. ഒരു തടവുകാരനെ കൂടി ഇയാൾക്കൊപ്പം പാർപ്പിക്കണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ശുചിമുറി സൗകര്യം സെല്ലിനുള്ളിൽ തന്നെയുള്ളതിനാൽ ഇനി ജയിൽ മാറ്റുന്നതുവരെ ഗോവിന്ദചാമിക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ഏത് നിമിഷവും സ്വഭാവം മാറുമെന്നതിനാൽ കനത്ത ജാഗ്രതയിലാണ് അധികൃതർ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഒരിടവേളയിൽ ശാന്ത സ്വഭാവം കാണിക്കുന്നതാണ് കൊടും ക്രിമിനലായ ഗോവിന്ദചാമിയുടെ രീതിയെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു.